السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول رب العالمين وعلى آله وأصحابه أجمعين. أما بعد فاتقوا الله عباد الله. وعن عبد الله بن مسعود رضي الله عنه قال رسول الله صلى الله عليه وسلم من رأى منكم منكرا فليغير بيده فإن لم يستطع فبلسانه فإن لم يستطع فبقلبه وذلك أضعف الإيمان. മുത്തഫഖുൻ അലൈഹി. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഉടനീളം തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം വിശ്വാസികളല്ലാത്ത ആളുകൾ അഥവാ ഖുർആനുമായി ബന്ധം ഉള്ള ആളുകൾ, പള്ളിയുമായി ബന്ധമുള്ള ആളുകൾ, നമസ്കാരവുമായി ബന്ധമുള്ള ആളുകൾ, പ്രവാചക ചര്യയൊക്കെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അല്ലാത്തവർ ഓരോ ദിവസവും, അതല്ല ഇന്നത്തെ കണക്കനുസരിച്ചുകൊണ്ട് ഓരോ മണിക്കൂറിലും തിന്മയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറും മിനിറ്റുകളിൽ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് ആ മനുഷ്യന്മാർ സഞ്ചരിക്കുക. കഴിഞ്ഞ ദിവസം കണ്ടില്ല, മദ്യപിച്ചിട്ട് ഒരു പെണ്ണ് പാതിരാത്രി, ആലോചിച്ച് നോക്കിയേ, ഏത് കാലമാണിത്? മദ്യപിച്ചിട്ട് 10-25 വയസ്സുള്ള ഒരു പെണ്ണ് നടു റോഡിൽ അഴിഞ്ഞാടുക, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. ആ അവസ്ഥയിലേക്ക് രോഗം മാറി, അത്രക്ക് തിന്മയിലേക്ക് രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഞാനും നിങ്ങളും ഒക്കെ റബ്ബിന്റെ അടുക്കൽ സമാധാനം പറയണം. നമുക്കിടയിൽ നിന്ന് പ്രബോധനമില്ല. പള്ളി വരിക, നിസ്കരിക്കാൻ പോകുക, നമുക്കിടയിൽ ദഅവത്തില്ല. ഒരു വീട് നമ്മൾ കയറി ഇറങ്ങാറില്ല. മുസ്ലിം സമുദായം പള്ളികൾ കേന്ദ്രീകരിച്ചിട്ട് വീടാന്തരം കയറി ഇറങ്ങിയാൽ ലഹരി ഇല്ലാണ്ടാകും. നമ്മൾ ശ്രമിച്ചു നോക്കിക്കോ. നമ്മളെ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിറ്റോഫ്രോത്തിന്റെ ഒക്കെ നേതൃത്വത്തിലൊക്കെ നമ്മൾ രാപകൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. വീടാന്തരം കയറി ഇറങ്ങിയാൽ മതി, ലഹരി ഇല്ലാണ്ടാകും. ഒരൊറ്റ മക്കളും തിന്മയിലേക്ക് പോകില്ല. നമ്മൾ പള്ളിയിൽ വരിക, 5 വക്ത് നിസ്കരിക്കുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. ആ രൂപത്തിലേക്ക് ഒതുങ്ങിപ്പോയി നമ്മൾ. അതുകൊണ്ട് തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാധ്യത ഓർമ്മപ്പെടുത്തുന്നു, എന്നെയും നിങ്ങളുടെയും. മൻ റആ മിൻകും മുൻകറൻ, ഒരു തിന്മ നിങ്ങൾ കണ്ടാൽ ഫലിയുഗയ്യിറു ബിയദിഹി, കൈ കൊണ്ട് തടയണം. റസൂലുള്ളാഹിന്റെ ഉപദേശമാണ്. ഫഇൻ ലം യസ്തതി', നിങ്ങൾക്കതിന് സാധ്യമല്ല എങ്കിൽ, കൈകൊണ്ട് തടയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ, നമ്മുടെ ശരീരം കൂടെ നോക്കണമേ. പറ്റുന്നില്ല എങ്കിൽ ഫബിലിസാനിഹി, നാവ് കൊണ്ട് ഉപദേശിക്കണം. ഫഇൻ ലം യസ്തതി', നിങ്ങൾക്കതിനും സാധ്യമല്ല എങ്കിൽ, നാവ് കൊണ്ട് ഉപദേശിച്ചാലും പറ്റാത്തൊരവസ്ഥയാണ്, സാഹചര്യമാണ് എങ്കിൽ ഫബിഖൽബിഹി, ആ തിന്മയെ നിങ്ങൾ ഹൃദയം കൊണ്ട് വെറുക്കണം. ഇക്കാലഘട്ടങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ വെറുക്കണം. ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായി കൂട്ടുകെട്ടാൻ പാടില്ല. ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായി സാമ്പത്തിക ഇടപാട് നടത്തരുത്. ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായി നമ്മുടെ മക്കൾ സംസാരിക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം. ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായിട്ട് നമ്മൾ ജോലിക്ക് പോകരുത്, ശ്രദ്ധിക്കണം. അപകടങ്ങളാണ് പതിയിരിക്കുന്നത്. എത്രയോ ചെറിയ ചെറിയ കടകളിൽ വരെ ലഹരി പിടിച്ചോണ്ടിരിക്കുന്നു. നമ്മളെ പിടിക്കപ്പെടുന്ന പടച്ചവന് ഇയാൾ അതിന്റെ ആളാണോ? ആയിരുന്നു. അതൊക്കെ ഹറാമായ വരുമാനങ്ങളാണ്. റസൂൽ പറഞ്ഞിട്ടുണ്ട്,
കിട്ടുന്ന വരുമാനം എങ്ങനെയും കിട്ടട്ടെ എന്ന് വിചാരിക്കുമ്പോഴാണ് ലഹരി കച്ചവടം കൂടുക. ഇത് ഏറ്റവും കൂടുതൽ 10, 20, 22, 19 വയസ്സുള്ള പെൺകുട്ടികളാണ് അത് വിൽക്കുന്നത്. അതാ രസം. അതാണ് നമുക്ക് പേടി വരുന്നത്. 19, 20, 22 വയസ്സുള്ള വിദ്യാഭ്യാസമുള്ള നല്ല കുടുംബത്തിൽപ്പെട്ട കാണാൻ സുന്ദരികളായ, അങ്ങനെയാണ് പറയണം, അവരാണ് ഈ സാധനം വിൽക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളെയെങ്കിലും സുരക്ഷിതമാക്കണം. അത്ര അപകടത്തിലേക്ക് പോകുന്നത്. മദ്യപിക്കുന്ന ഒരു കാലഘട്ടം, ലോട്ടറി വ്യാപകമാകുന്ന ഒരു കാലഘട്ടം, ഹറാമുകൾ തുറക്കുന്ന ഒരു കാലഘട്ടം, ലഹരികൾ ഒഴുകുന്ന ഒരു കാലഘട്ടം, വിൽപ്പനയും ഉപയോഗവും ഒക്കെയായിട്ട് കാലഘട്ടം. ഒന്ന് ചെയ്താൽ മതി, ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇശാ കഴിഞ്ഞ നിങ്ങളുടെ മക്കൾ പുറത്തു പോകരുത്, നിർബന്ധമാക്കണം. 8 മണിക്ക് ശേഷം നിങ്ങളുടെ മക്കൾ പുറത്ത് പോകണ്ട. 8 മണിക്ക് ശേഷമുള്ള കൂട്ടുകെട്ട് വേണ്ട. 8 മണിക്ക് ശേഷമുള്ള പുറത്തു പോയി ഇരിക്കേണ്ട മക്കള്, വണ്ടിയെടുത്ത് കറങ്ങണ്ട, പുറത്തേക്ക് കൂട്ടുകെട്ടിന് ഒന്നിനും പോകണ്ട എന്ന് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ചിന്തിച്ചാൽ മതി. ഇല്ലെങ്കിലോ ഏതെങ്കിലും ഒരു തിന്മയിൽ അവൻ ചെയ്തിട്ടില്ലായിരിക്കാം, അവൻ നിരപരാധിയായിരിക്കാം. പക്ഷെ അവന്റെ വണ്ടിയിൽ സഞ്ചരിച്ച പുറകിൽ നിന്ന് ആളെ പിടിക്കപ്പെട്ടത് നമ്മളാ തോന്നുന്നത്. നിങ്ങളാ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരിക. അതുകൊണ്ട് തിന്മ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലഹരിയെ വെറുക്കാൻ കഴിയണം. ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഒന്നാമത്തെ ഉപദേശം, ലഹരിയുടെ നോ പറയാൻ പഠിപ്പിക്കണം. ലഹരിയോട് നോ പറയാൻ പഠിപ്പിക്കണം. ആ കാലഘട്ടങ്ങളിലാ പോണത്. അതുകൊണ്ട് നമ്മൾ നമസ്കരിച്ചു, പള്ളിയുമായി ബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ല. ഈ നാട് രക്ഷപ്പെടുത്തണം, നാട്ടുകാരെ രക്ഷപ്പെടുത്തണം, ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തണം. അതിന്റെ പേരാണ് ഇസ്ലാമിക പ്രബോധനം എന്നത്. അത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇല്ല എങ്കിൽ ഈ നാട് നശിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും എന്ന ബോധം എല്ലാവർക്കും ഉണ്ടാകണം. ഇവിടെ ഈ പള്ളി വന്ന് നമസ്കരിക്കുന്നു, ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിനൊരു ബാധ്യതയുണ്ട്. ഈ നാടിന്റെ പ്രകാശമായിട്ട് മാറണം. ആ ബാധ്യത നിർവഹിച്ചേ പറ്റൂ. റഹ്മാനായ റബ്ബ് ഹറാമിൽ നിന്ന്, തിന്മയിൽ നിന്ന്, ലഹരിയിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ വിട്ടു നിൽക്കാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, മുഴുവൻ യുവാക്കളെയും ലഹരിയെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. മദ്യപാനത്തിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അക്രമങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. നന്മയിൽ ജീവിക്കാൻ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.